ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, കുറച്ച് സ്പീക്കിംഗ് ടെക്നിക്സുകളാണ് അല്ലേ. നമുക്ക് പെട്ടെന്ന് ഒരു ഇംഗ്ലീഷിൽ ഒരാൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നമ്മളോടിപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, എടാ ജോലിയുടെ കാര്യം എന്തായി എന്ന്. അപ്പോൾ നമ്മൾ പറയാം, ഞാനത് ശ്രമിക്കുന്നുണ്ട്. എടാ മറ്റു കാര്യം എന്തായി? ഞാനത് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യം എന്തായി? ഇംഗ്ലീഷ് ഞാൻ പഠിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല സമയത്തും നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ക്യാൻ സേ ഐ ആം ട്രൈയിങ് ടു. ഐ ആം ട്രൈയിങ് ടു എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ആം ട്രൈയിങ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ആം ട്രൈയിങ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാനൊരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം ട്രൈയിങ് ടു ഫൈൻഡ് എ ജോബ്. ഞാനൊരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്, ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐ ആം ട്രൈയിങ് ടു ഡൂ ദാറ്റ്. ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ അവളുടെ കൂട്ടുകാരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഷീ ഈസ് ട്രൈയിങ് ടു ഹെൽപ്പ് ഹർ ഫ്രണ്ട്സ്. അവൾ അവളുടെ കൂട്ടുകാരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ പ്രോഗ്രസ് വരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നെങ്ങനെ പറയാം? ഹീ ഈസ് ട്രൈയിങ് ടു മേക്ക് പ്രോഗ്രസ്. അവൻ പ്രോഗ്രസ് വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പറയുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. നമ്മൾ ഇപ്പോൾ ഐ ആം ട്രൈയിങ് ടു അല്ലെങ്കിൽ ഹീ ഈസ് ട്രൈയിങ് ടു, അത് വേരി ചെയ്യും. ഐ ആണെങ്കിൽ ആം വരും, ഹീ ഷീ ഇറ്റൊക്കെ ആണെങ്കിൽ ഈസ് വരും. ഇനി യു വി ദേ ഒക്കെ ആണെങ്കിൽ ആറാണ് വരുന്നത്. നമ്മൾ ഇപ്പോൾ ഐ ആം ട്രൈയിങ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ടു ആ യൂസ് ചെയ്യുന്നത് അല്ലേ? ഐ ആം ട്രൈയിങ് ടു. ഈ ടൂക്ക് ശേഷം നമ്മൾ എപ്പോഴും വേർബിൻ്റെ ഫസ്റ്റ് ഫോം വേണം യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് ഐ ആം ട്രൈയിങ് ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് വേണം പറയാൻ. ഒരിക്കലും സ്പോക്ക് ഇംഗ്ലീഷ് എന്ന് പറയരുത്, അത് തെറ്റായ യൂസേജ് ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന സമയത്ത് വേർബിൻ്റെ ഫസ്റ്റ് ഫോം, ടൂവിന് ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം പറയാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരു ടെക്നിക്ക് പഠിച്ചല്ലേ, ഒരു ടെക്നിക്ക് കൂടെ നോക്കിയാലോ. നമ്മൾ പതിവായിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ട്, അതായത് ഒരു ഹാബിച്വൽ ആക്ഷൻസ്. നമ്മൾ പതിവായിട്ട് ഇപ്പം രാവിലെ 5 മണിക്ക് എണീക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പതിവായിട്ട് പാർക്കിൽ പോവാറുണ്ട്, ഞാൻ പതിവായിട്ട് അവളെ കാണാറുണ്ട്. ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ. ഇത് ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് നമുക്ക് യൂഷ്വലി എന്ന വേർഡ് യൂസ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ രാവിലെ 5 മണിക്ക് പതിവായിട്ട് എണീക്കാറുണ്ട്. ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ അവളെ പതിവായിട്ട് കാണാറുണ്ട്. ഐ യൂഷ്വലി മീറ്റ് ഹെർ. ഐ യൂഷ്വലി മീറ്റ് ഹെർ എന്ന് പറയാം. അവർ പതിവായിട്ട് വരാറുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദേ യൂഷ്വലി കം ഹിയർ. ഞങ്ങൾ പതിവായിട്ട് അവിടെ പോവാറുണ്ട്. വി യൂഷ്വലി ഗോ ദെയർ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പതിവായിട്ട് ചെയ്യാറുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഈ യൂഷ്വലി യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻസ് പറയുമ്പോഴാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുക? യൂഷ്വലി യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ആൾക്കാരെ പഠിച്ചു. ആദ്യം പഠിച്ചത് ഐ ആം ട്രൈയിങ് ടു, അതായത് ട്രൈയിങ് ടു പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം വെച്ച് മേക്ക് ചെയ്യുന്ന സെൻറ്റൻസും. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ്? യൂഷ്വലി യൂസ് ചെയ്ത് നമ്മൾ മേക്ക് ചെയ്യുന്ന സെൻറ്റൻസും അല്ലേ. അപ്പോൾ ഈ 2 ആൾക്കാരും നമ്മളെ കമ്മ്യൂണിക്കേഷനിലെ, നമ്മൾ സ്പീക്കിങ്ങിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്, ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ടെക്നിക്സ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക് യു.